കേരള PSC റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ മാത്തമാറ്റിക്സിലെ പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലീനിയർ ഓൾജിബ്രേൻ്റെ ബേസിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ തന്നെ ബേസിക്സ് തന്നെയാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. ടൈപ്സ് ഓഫ് മെട്രിസസ്. അപ്പോൾ ഇതിൽ കുറേ റിസൾട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിലെല്ലാ പോർഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് മെട്രിസസ്. ഫസ്റ്റ് വൺ ഡയഗണൽ മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് എ is called a diagonal matrix if each of its non-diagonal element is 0. അതായത് നമ്മുടെ കയ്യിലൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറയുന്നൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ n/n ആണ്. അതിൻ്റെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം തന്നെ 0 ആയിരിക്കണം. അതായത് ഡയഗണൽ എൻട്രീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. A1 0 0 0 0 A2 0 0 0. അതായത് ഡയഗണൽ എൻട്രീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഡയഗണൽ എൻട്രീസ് എന്ത് വരാം? 0 വരാം, നോൺ 0യും വരാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഇവിടെ A = 1 0 0 0 1 0 0 0 2. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇവിടെ ഡയഗണൽ എൻട്രീസ് 1 1 2. അത് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സും 0s ആണ്. B is equal to 1 0 0 0 0 0 0 0 2. ഇപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ 1 0 2 എന്ന് പറയുന്നതാണ് ഡയഗണൽ എൻട്രീസ്. ബാക്കി ഇപ്പോൾ ഡയഗണൽ എൻട്രീസിൽ എന്തും വരാം, 0യും വരാം, കുഴപ്പമൊന്നുമില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിറ്റർമിനന്റ് ഓഫ് A = A1 × A2 × എക്സെട്ര അപ് ടു AN. അതായത് ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് എന്തോ അതാണ് ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറഞ്ഞാൽ എന്താ? 1 × 1 × 2. അതായത് ഇവിടുത്തെ ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് A is equal to 2. ഓക്കെ, ഇവിടെയോ 1 × 0 × 2 അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് B എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയഗണൽ എൻട്രി 0 ആണെന്ന് ഇരിക്കട്ടെ, അപ്പോൾ എന്തായിരിക്കും? ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് 0 ആയിപ്പോൾ. ഓക്കെ, നെക്സ്റ്റ്, സ്കെലാർ മെട്രിക്സ്. A diagonal scalar matrix is a diagonal matrix with all of its main diagonal elements are equal. അതായത് സ്കെലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതിലെ ഡയഗണൽ എൻട്രീസിലെ എലമെന്റ്സ് എല്ലാം സെയിം എലമെന്റ് ആയിരിക്കും. ഓക്കെ, ഈക്വൽ എലമെന്റ്സ് ആയിരിക്കും. അതായത് A is equal to നോക്കുക, A 0 0 0 A 0 0 0 0 A 0. അതായത് ഈ ഡയഗണൽ എൻട്രീസിലെ എലമെന്റ്സ് എല്ലാം തന്നെ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെയും കൂടെ ഡിനോട്ട് ചെയ്യാം കേട്ടോ. ഈ മെട്രിക്സിനെ നമുക്ക് A × I എന്നും കൂടെ എഴുതാൻ പറ്റും. I എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സിനെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സ്കെലാർ മെട്രിക്സ് കിട്ടും. അപ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെയാണ് വരിക. സ്കെലാർ മെട്രിക്സ് എപ്പോഴും എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് λ × I എന്ന് പറഞ്ഞാൽ പറ്റും. λ ഈസ് എ സ്കെലാർ, A ഈസ് എ സ്കെലാർ. ഓക്കെ, ഇതിലും അതെ, നമ്മൾ സ്കെലാർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽ എൻട്രീസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഇൻറ്റിജർ മെട്രിക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് കേട്ടോ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരാളാണ്. ദ ഇൻറ്റിജർ മെട്രിക്സ് ഈസ് എ മെട്രിക്സ് ഹൂസ് എൻട്രീസ് ആർ ഓൾ ഇൻറ്റിജേഴ്സ്. എന്തായിരിക്കും ഇൻറ്റിജർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിലെ എല്ലാ എൻട്രീസും എന്തായിരിക്കും? ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അതായത് 1 2 3 എന്ന് പറയുന്ന കൗണ്ടിങ് നമ്പേഴ്സ് വരും, 0 വരും, അതുപോലെ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ നെഗറ്റീവ്സും വരും. അപ്പോൾ ഈ എൻട്രീസ് മാത്രമായിരിക്കും ഒരു ഇൻറ്റിജർ മെട്രിക്സിലെ എലമെന്റ്സ് ഉണ്ടാവുക. ഇതിനെയാണല്ലോ നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 2 പോയിന്റ്സ് പറയുന്നുണ്ട്. ദ ഇൻവേഴ്സ് ഓഫ് ആൻ ഇൻറ്റിജർ മെട്രിക്സ് M ഈസ് എഗെയിൻ ആൻ ഇൻറ്റിജർ മെട്രിക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഡിറ്റർമിനന്റ് ഓഫ് M ഈസ് എക്സാക്ട്ലി 1 or -1. അതായത് ഒരു ഇൻറ്റിജർ മെട്രിക്സ് ഉണ്ട് നമ്മളെ കയ്യിൽ. ആ ഇൻറ്റിജർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ ഇൻവേഴ്സ് ഇൻറ്റിജർ മെട്രിക്സ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഈസ് +or-1 ആയിരിക്കണം. അതിനൊരു കാരണമുണ്ട് കേട്ടോ, പറഞ്ഞുതരാം. ജസ്റ്റ് I എന്ന് പറയുന്നൊരു ഇൻറ്റിജർ മെട്രിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? I ഇൻവേഴ്സ് = 1/ഡിറ്റർമിനന്റ് A × അഡ്ജോയിന്റ് ഓഫ് I എന്ന് എഴുതും അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ഇക്വേഷൻ? ഒരു ഡിറ്റർമിനന്റ് ഓഫ് I വേണ്ട അല്ലേ? നിങ്ങൾ ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് തെറ്റിദ്ധരിച്ചാലോ. A എന്ന് പറയുന്നൊരു ഇൻറ്റിജർ മെട്രിക്സ് ഉണ്ട്. A ഇൻവേഴ്സ് = 1/ഡിറ്റർമിനന്റ് ഓഫ് A × അഡ്ജോയിന്റ് ഓഫ് A. നമുക്കറിയാം ഈ അഡ്ജോയിന്റ് ഓഫ് A കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിലെ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു, പ്രോഡക്റ്റ് എടുക്കുന്നു, ഇങ്ങനെയൊക്കെയല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഇൻറ്റിജർ തന്നെ വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിനെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ ആവാനുള്ള ഒരു പോസിബിലിറ്റി ആര് കാരണമാണ് കൊണ്ടുവരുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് A കാരണം. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് ഓഫ് A +or-1 ആണെങ്കിൽ ഈ +or-1 × അഡ്ജോയിന്റ് ഓഫ് A എന്നുള്ള
എലമെന്റ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇൻഡിജർ തന്നെ ആവണമെങ്കിൽ ഡിറ്റർമിനന്റ് എ ആരാവണം, 1 അല്ലെങ്കിൽ -1 ആയിരിക്കണം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എ എന്ന് പറയുന്നൊരു ഇൻഡിജർ എൻട്രി ഉള്ള മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്ന ആള് അതൊരു മെട്രിക്സ് ആണ്. അതിൽ എന്തായിരിക്കും, ഇൻഡിജർ എൻട്രി തന്നെ ആയിരിക്കും. എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ്. അപ്പോൾ ഈ ഒരാള് ഈ അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സിനെ 1 ഡിറ്റർമിനന്റ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്, എ ഇൻവേഴ്സിനെ കിട്ടുന്നത്. അപ്പോൾ ഈ എ ഇൻവേഴ്സിൽ ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം ഇൻഡിജർ ആവണമെങ്കിൽ ഡിറ്റർമിനന്റ് ആരായേ മതിയാവൂ, ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1 ആയേ മതിയാവും. അതാട്ടോ ഉദ്ദേശിച്ചത്. ഇത് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനുമാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ട്രയാങ്കുലർ മെട്രിക്സ്. ട്രയാങ്കുലർ മെട്രിക്സ് 2 തരത്തിലാണുള്ളത്. ഒന്ന് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്, ഒന്ന് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. നമ്മൾ ആദ്യം ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താന്ന് പറയാം. A square matrix is called a lower triangular matrix if all the entries above the main diagonal are 0. കണ്ടീഷൻ എങ്ങനെയാണ്, ഒരു മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, ആ സ്ക്വയർ മെട്രിക്സ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ മെയിൻ ഡയഗണലിന്റെ മുകളിലെ എല്ലാ എൻട്രീസും എന്തായിരിക്കണം, 0 ആയിരിക്കണം. അവിടെ നോൺ സീറോ എൻട്രി വരികയാണെങ്കിൽ അത് എവിടെ ഉണ്ടാവുക, ഈ ഡയഗണൽ എലിമെന്റ്സിന്റെ താഴത്തെ പോർഷനിലാണ് ഉണ്ടാവാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. മെയിൻ ഡയഗണലിന്റെ മുകളിലെ എലമെന്റ്സ് എല്ലാം തന്നെ 0 ആയിരിക്കണം. അതാണ് കേട്ടോ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത് തന്നെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പൊ എന്തായിരിക്കും, ഞാൻ ഒന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്തായിരിക്കും, മെയിൻ ഡയഗണലിന്റെ താഴെയുള്ള ഭാഗം എന്തായിരിക്കണം, 0 ആയിരിക്കണം. മുകളിലുള്ള ഭാഗത്താണ് നോൺ സീറോ എൻട്രി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ്. ഇൻവേഴ്സ് ഓഫ് എ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഇസ് എഗെയിൻ എ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എപ്പോഴും ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എപ്പോഴും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. നെക്സ്റ്റ്, ഡിറ്റർമിനന്റ് ഓഫ് എ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഈക്വൽസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എൻട്രീസ്. ഇത് നമ്മളോട് എപ്പോഴും ഇങ്ങനെ പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമുക്കൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇവിടെ 1 2 3, ഇവിടെ 5, ഇവിടെ 0, ഇവിടെ 8, ഇവിടെ 0 0, ഇവിടെ 0. ഓക്കെ, അതായത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. നോൺ സീറോ എൻട്രീസ് ഒക്കെ താഴെയാണ് കിടക്കുന്നത് മെയിൻ ഡയഗണലിന്. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, ഡയഗണൽ എൻട്രീസിന്റെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഡയഗണൽ എൻട്രീസിന്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ഡയഗണൽ എൻട്രി എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 1 × 2 × 3 ആണ്. ദാറ്റ് ഈസ് 6 എന്ന് കിട്ടും. ഓക്കെ, ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് ഡിറ്റർമിനന്റ്, നമ്മുടെ സമയം ഒരുപാട് ലാഭമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. Okay, next is symmetric matrix. A matrix is symmetric when A equal to A transpose. ഒരു മെട്രിക്സ് അതിനെ സിമെട്രിക് മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് കേട്ടോ. അതിന് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, എയും എ ട്രാൻസ്പോസും ഈക്വൽ ആവുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ എൻട്രീസിലെ ijth എൻട്രിയും jith എൻട്രിയും എപ്പോഴും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറയാം. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എപ്പോഴും ഒരു സിമെട്രിക് മെട്രിക്സിനെ. അപ്പം നമുക്ക് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണിത്, 1 2 3. അപ്പം ഇങ്ങോട്ടേക്കും ഇത് തന്നെ എഴുതാം, 0 5, ഇവിടെ അതെ 0 5 2. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ എ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക നിങ്ങൾ. എ ട്രാൻസ്പോസ് ഈക്വൽ ടു 1 2 3 2 0 5 3 5 2. നോക്കുക നിങ്ങൾ, എ ട്രാൻസ്പോസും എയും എന്ത് തന്നെയാണ്, സെയിം ആണ്. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെട്രിക്സിൻ്റെ ടൈപ്പാണ് കേട്ടോ സിമെട്രിക് മെട്രിക്സ്. നമുക്ക് ലീനിയർ ആൾജിബ്രയുടെ അഡ്വാൻസ്ഡ് പഠിക്കുമ്പോൾ ഇത് ഒത്തിരി ആവശ്യം വരുന്ന ഒരു സാധനമാണ്. The sum and difference of a symmetric matrix is again a symmetric matrix. അതായത് രണ്ട് സിമെട്രിക് മെട്രിക്സ് ആഡ് ചെയ്താൽ അഗെയിൻ നമുക്ക് സിമെട്രിക് മെട്രിക്സ് ആണ് കിട്ടുക. അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, സിമെട്രിക് മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അതിൻ്റെ ഇതാണ് കേട്ടോ ഇങ്ങനെ. അതായത് രണ്ട് സിമെട്രിക് മെട്രിക്സ് ഉണ്ട്, എയും ബിയും രണ്ട് സിമെട്രിക് മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സിമെട്രിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്നും ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആണെന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ നമുക്ക് എടുത്തു നോക്കാം. സമ്മ സിമെട്രിക് ആണെന്ന് പറയാൻ എന്ത് ചെയ്യണം, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണെന്ന് പറയണം. സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്ത് അത് തന്നെ കിട്ടണം. അപ്പോൾ എ പ്ലസ് ബി സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണെന്ന് പറയണം.
ഇപ്പൊ നമുക്കറിയാം ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിനെ എങ്ങനെ എഴുതാം, എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. നമുക്കറിയാം എ എന്ന് പറയുന്ന സിമെട്രിക് ആണ്. സോ എ ട്രാൻസ്പോസ് ആരോട് ഈക്വൽ ആണ്, എക്ക് ഈക്വൽ ആണ്. പ്ലസ് ബി ട്രാൻസ്പോസ് ആരോട് ഈക്വൽ ആണ്, ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ആരാന്ന് കിട്ടി, എ പ്ലസ് ബി ആണെന്ന് കിട്ടി. സോ അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മൈനസ് ഇട്ടിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റൂ കേട്ടോ. Next, if A and B are symmetric, then AB is symmetric if and only if A and B are commute. അതായത് രണ്ട് സിമെട്രിക് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് സിമെട്രിക് ആവാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇതിലും നിങ്ങൾ ശ്രദ്ധിക്കുക. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് നമ്മുടെ കയ്യിലുണ്ട്, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി എന്നുണ്ട്. രണ്ട് സിമെട്രിക് മെട്രിക്സ് ആണ് എയും ബിയും. ഓക്കെ, നമുക്ക് എ ബി സിമെട്രിക് ആവാനുള്ള കണ്ടീഷനാണ് ചോദിക്കുന്നത്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു, ഞാൻ ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി പറഞ്ഞിരുന്നു, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണെന്ന്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് നമ്മൾ എങ്ങനെ എഴുതുക, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതും അല്ലേ. ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്, ബി തന്നെയാണ് അല്ലേ. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ആരാണ് കിട്ടി, നമുക്ക് ബി എ ആണെന്ന് കിട്ടി. നമുക്ക് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അത് എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആരാണെന്ന് പറയാൻ പറ്റുള്ളൂ, സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് സിമെട്രിക് ആവണമെങ്കിലുള്ള കണ്ടീഷൻ ബി എയും എ ബിയും ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂട്ട് ചെയ്യണം, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അത് ഹോൾഡ് ചെയ്യണം എന്നർത്ഥം. ഞാൻ പറഞ്ഞു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ മാത്രമേ പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിക്സസ് എന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഓഫ് ടു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് സിമെട്രിക് ആവുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഫോർ എവറി ഇൻഡിജർ എൻ, എ പവർ എൻ ഈസ് സിമെട്രിക് ഇഫ് എ ഈസ് സിമെട്രിക്. അതായത് നമ്മൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് സിമെട്രിക് ആണ്, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. നമ്മൾ പറയാണ് എ പവർ എൻ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ എത്ര പവർ എടുത്തു കഴിഞ്ഞാലും അതും സിമെട്രിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എ പവർ എൻ ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം നമ്മൾ. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, എ ഇൻറ്റു എക്സെട്ര അപ് ടു എ. അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ ഇൻറ്റു എൻ ടൈംസ് ഉണ്ട്, ഇത് എൻ ടൈംസ് ആണ് ഹോൾ ട്രാൻസ്പോസ്. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ട്രാൻസ്പോസ് ഇൻറ്റു എക്സെട്ര അപ് ടു എ ട്രാൻസ്പോസ് എന്ന് എഴുതാലോ. അതായത് എ ട്രാൻസ്പോസ് എന്ത് തന്നെയാണ് നമുക്കറിയാം, എ ഇൻറ്റു എക്സെട്ര എ, അതായത് എ പവർ എൻ തന്നെ. നമ്മൾ എ പവർ എൻ ദ ഹോൾ ട്രാൻസ്പോസ് ആര് തന്നെയാന്ന് കിട്ടി, എ പവർ എന്നെയാന്ന് കിട്ടി. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് സിമെട്രിക് ആണെങ്കിൽ എ പവർ എന്നും എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. ഇഫ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സിമെട്രിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് സിമെട്രിക്. അതായത് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എ എന്ന് പറയുന്നൊരു സിമെട്രിക് മെട്രിക്സ് ആണ്, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. ദെൻ എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതിയാലും എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്, സെയിം ആണ്. എ ട്രാൻസ്പോസ് ആര് തന്നെയാണ് നമുക്കറിയാം, എ തന്നെയാന്ന് എഴുതാം, എ ഇൻവേഴ്സ്. അതായത് എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് എ ഇൻവേഴ്സ് തന്നെ ആയതുകൊണ്ട് എ ഇൻവേഴ്സ് സിമെട്രിക് ആണെന്ന് പറയാം. നെക്സ്റ്റ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. മെട്രിക്സ് ഈസ് എ സ്ക്യൂ സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. അതായത് ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ നെഗറ്റീവ് കിട്ടണം. അതായത് എ ഐ ജെ ഈക്വൽ ടു മൈനസ് ഓഫ് എ ജെ ഐ ഫോർ എവറി ഐ ജെ എന്ന് കിട്ടണം. ഓക്കെ, ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം ഞാൻ. എ ഈക്വൽ ടു ഇവിടെ 0 -2 3. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിന്റെ നെഗറ്റീവ് ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്. -2 ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ -3, ഇവിടെ അഗെയിൻ 0, ഇവിടെ 5, ഇവിടെ -5, ഇവിടെ 0. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിന്റെ എ ട്രാൻസ്പോസ് എന്ന് എടുത്ത് നോക്കാം. 0 2 -3, -2 0 -5, 3 5 0. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൻ്റെയും നെഗറ്റീവാണ് വന്നിരിക്കുന്നത് അല്ലേ. 2ന് പകരം -2, 3ക്ക് പകരം -3, അതായത് -a ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഡയഗണൽ എൻട്രീസ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താ അറിയോ, നമുക്ക് ai എന്ന് പറയുന്ന എലമെന്റ് എന്തിനോട് ഈക്വൽ ആവണം, -aiനോട് ഈക്വൽ ആവണം. അപ്പോൾ ഇതിനെ നമുക്ക് 2ai ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. ഇംപ്ലൈസ് ai ഈക്വൽ ടു 0. ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല, മാത്സ് പഠിച്ച കുട്ടികൾക്ക് ഈസി ആയിരിക്കും ഫോളോ ചെയ്യാൻ. ബാക്കിയുള്ളവർക്ക് അത് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയില്ല. എന്നാലും ഇങ്ങനെ ഓർത്ത് വെക്കുക, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് എപ്പോഴും 0 ആയിരിക്കും. ഓൾ ദ ഡയഗണൽ എൻട്രീസ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ സീറോസ്. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പം ഈ ഡയഗണൽ എൻട്രീസ് 0 ആണെങ്കിൽ അതിന്റെ ട്രേസ് എന്തായിരിക്കും,
സീറോ ആയിരിക്കും. ട്രേസ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് സീറോ. ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ട്രൂ ഓർ അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്ന് എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നെക്സ്റ്റ്, ദ ഡിറ്റർമിനന്റ് ഓഫ് ഓഡ് ഓർഡർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് സീറോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ ഒരു കാര്യം നമ്മൾ ഈഗൻ വാല്യൂസ് ഒക്കെ പറയുമ്പോഴാണ് പറയുക. ഇതൊക്കെ ഓർത്ത് വെക്കുക. ഓഡ് ഓർഡർ ഉള്ള ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് സീറോ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ഇത് ഒരു ഓഡ് ഓർഡർ ആണല്ലേ, ഇത് 3/3 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇവിടെ നോക്കുക, നിങ്ങൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് നോക്കുക. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു ഇവിടെ 0 ഇൻറ്റു 0 തന്നെയല്ലേ വരുന്നത്, 2 ഇൻറ്റു -2 ഇൻറ്റു 0 0 വരും, -5 ഇൻറ്റു 3 ഇപ്പോൾ +15 ആവും, -3 ഇൻറ്റു -2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10. അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ -30 + 30 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ 0 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക തന്നിരിക്കുന്നത് ഓഡ് ഓർഡർ ആണോ, ഓഡ് ഓർഡറുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണോ തന്നിരിക്കുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. അതിൻ്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഇനിയൊരു സ്പെഷ്യൽ ടൈപ്പ്, അത് ആദ്യം പറയേണ്ടെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റും കൂടെ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യം വരുന്ന സാധനമാണ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. എന്താണ്? നമ്മൾ ട്രാൻസ്പോസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇപ്പോൾ കോൺജുഗേറ്റ് ട്രാൻസ്പോസും കൂടെ എന്താണെന്നുള്ളത് പറയാം. ലെറ്റ് എ ബി ആൻ n/n മെട്രിക്സ് വിത്ത് കോംപ്ലക്സ് എൻട്രീസ്. Then A star, the conjugate transpose or Hermitian transpose of A is the n/m matrix obtained from A by taking the transpose and then taking the complex conjugate of each entry. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ട്രാൻസ്പോസിനെ കുറിച്ച് അറിയാം. ട്രാൻസ്പോസ് എന്താണ്? എൻട്രീസിനെ കോളംസും റോസും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് നമുക്കൊരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കിട്ടുന്നതെന്ന് അറിയാം. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യുക. പിന്നെ അതിൽ കോംപ്ലക്സ് എൻട്രീസ് ആയിരിക്കും ഉണ്ടാവുക. കോംപ്ലക്സ് എൻട്രീസിലാണ് നമുക്ക് ഇതിനെ കൊണ്ടൊരു പ്രാധാന്യമുള്ളത് കോൺജുഗേറ്റ് ട്രാൻസ്പോസിനെ കുറിച്ച്. കാരണം കോൺജുഗേറ്റ് എന്ന് പറയുന്ന വാക്ക് കോംപ്ലക്സിലാണ് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ഓരോ എലിമെന്റിന്റെയും കോൺജുഗേറ്റും കൂടി എടുക്കുക. അതിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക, എന്നിട്ട് കോൺജുഗേറ്റ് എടുക്കുക. അല്ലെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിനെ കോൺജുഗേറ്റ് എടുത്താൽ ട്രാൻസ്പോസ് എടുക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ നമുക്കൊരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. കോംപ്ലക്സ് എൻട്രീസ് ഉള്ള മെട്രിക്സ് ആണ് കേട്ടോ. I 1 + 2i -3i 2i. ഓക്കെ, അപ്പോൾ നമുക്ക് 2i വേണ്ട, 2 മതി. ഇനി എ സ്റ്റാർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസിന്റെ കോൺജുഗേറ്റ് ആണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എ ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക ഫസ്റ്റ്. ഇതിനെ I -3i 1 + 2i 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കണം അല്ലേ. ഇതിന്റെ കോൺജുഗേറ്റും കൂടെ നമ്മൾ എടുക്കണം. കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ? a + bi എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, അതിന്റെ കോൺജുഗേറ്റ് ആണ് a - bi എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇമാജിനറി നമ്പറിന്റെ മുന്നിൽ നെഗറ്റീവ് ഇടണം അല്ലേ. അപ്പോൾ ഐയുടെ കോൺജുഗേറ്റ് -i ആണ്, -3iയുടെ കോൺജുഗേറ്റ് 3i ആണ്, 1 + 2iയുടെ കോൺജുഗേറ്റ് 1 - 2i ആണ്. 2 എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ്, അതിന്റെ കോൺജുഗേറ്റ് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സിന്റെ കോൺജുഗേറ്റ് അത് തന്നെയാണെന്നുള്ളത് ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹെർമീഷ്യൻ മെട്രിക്സ്. ഇനി എന്താണ് ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. നമ്മളിപ്പോൾ പറഞ്ഞു സിമെട്രിക് മെട്രിക്സ് പറഞ്ഞു, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഹെർമീഷ്യനും സ്ക്യൂ ഹെർമീഷ്യനുമാണ്. അപ്പോൾ ഹെർമീഷ്യൻ എന്താണെന്ന് ആദ്യം നോക്കാം. ഇഫ് എ ഈസ് എ കോംപ്ലക്സ് സ്ക്വയർ മെട്രിക്സ് ആൻഡ് എ സ്റ്റാർ ഈക്വൽ ടു എ, ദെൻ എ ഈസ് കോൾഡ് ഹെർമീഷ്യൻ മെട്രിക്സ്. എ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് സ്ക്വയർ മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ അതിനെ ഹെർമീഷ്യൻ ആണെന്ന് പറയണമെങ്കിൽ അത് എന്തായിരിക്കണം? അതിന്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എ തന്നെ കിട്ടണം. എ സ്റ്റാർ ഈക്വൽ ടു എ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഫോർ എ ഹെർമീഷ്യൻ മെട്രിക്സ് ദ ഡയഗണൽ എൻട്രീസ് മസ്റ്റ് ബി റിയൽ. ഒരു ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് എപ്പോഴും റിയൽ ആയിരിക്കണം. കാരണം അതിന്റെ തന്നെ കോൺജുഗേറ്റ് കിട്ടണം. ഡയഗണൽ എൻട്രീസിന്റെ കോൺജുഗേറ്റ് അത് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് റിയൽ ആയേ മതിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോർ എ ഹെർമീഷ്യൻ മെട്രിക്സ് ദ ഡയഗണൽ എൻട്രീസ് മസ്റ്റ് ബി ഈക്വൽ. ഓർത്ത് വെക്കുക കേട്ടോ, ഒരു ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് എപ്പോഴും റിയൽ ആയിരിക്കും. ഓക്കെ, ഇനി എ മെട്രിക്സ് ദാറ്റ് ഹാസ് ഓൺലി റിയൽ എൻട്രീസ് ഇസ് ഹെർമീഷ്യൻ ഇഫ് ആൻഡ് ഓൺലി ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, അതായത് ഒരു
ഹെർമീഷ്യൻ മെട്രിക്സ് ഉണ്ട്. ആ ഹെർമീഷ്യൻ മെട്രിക്സിന് റിയൽ എൻട്രീസ് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ആരായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? സിമെട്രിക് മെട്രിക്സ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം ഒരു മെട്രിക്സിന്റെ എല്ലാ എൻട്രീസും റിയൽ ആണ്, എന്നിട്ട് നമ്മളോട് അതിന്റെ ഹെർമീഷ്യൻ മെട്രിക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്പോസ് എടുത്താൽ മാത്രം അത് കിട്ടിയാൽ മതി. അതായത് കോഞ്ചുഗേറ്റ് എടുക്കുന്നതിൽ അതിന് അർത്ഥമില്ലല്ലോ. റിയൽ നമ്പേഴ്സിന്റെ കോഞ്ചുഗേറ്റ് അത് തന്നെയായിരിക്കും. അപ്പൊ അതിൽ കാര്യമില്ല. അപ്പൊ എന്താണ്, ഒരു ഹെർമീഷ്യൻ മെട്രിക്സിലെ എല്ലാം റിയൽ എൻട്രീസ് തന്നെയാണെങ്കിൽ ആ ഹെർമീഷ്യൻ മെട്രിക്സ് ആരാണ്? സിമെട്രിക് മെട്രിക്സ് തന്നെയാണ്. ഇനി സം ഓഫ് ടു ഹെർമീഷ്യൻ മെട്രിക്സ് ഇസ് ഹെർമീഷ്യൻ. നമ്മൾ പറഞ്ഞു ഓൾറെഡി, സം ഓഫ് ടു സിമെട്രിക് മെട്രിക്സ് ഇസ് സിമെട്രിക് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സം ഓഫ് ടു ഹെർമീഷ്യൻ മെട്രിക്സ് എന്ത് തന്നെയാണ്? ഹെർമീഷ്യൻ ആണ്. ദ ഇൻവേഴ്സ് ഓഫ് ആൻ ഇൻവേർട്ടിബിൾ ഹെർമീഷ്യൻ മെട്രിക്സ് ഇസ് ഹെർമീഷ്യൻ. ഒരു ഇൻവേർട്ടിബിൾ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നതും ഹെർമീഷ്യൻ തന്നെയായിരിക്കും. ദ ഡിറ്റർമിനന്റ് ഓഫ് എ ഹെർമീഷ്യൻ മെട്രിക്സ് ഇസ് പ്യുവർലി റിയൽ. അപ്പോൾ ഒരു ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും റിയൽ ആയിരിക്കും, പ്യുവർലി റിയൽ ആയിരിക്കും, റിയൽ നമ്പർ ആയിരിക്കും, കോംപ്ലക്സ് നമ്പർ വരില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് നമുക്ക് എഗൺ വാല്യൂസിന്റെയും കൂടി ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. അല്ലാതെ ലീനിയർ ഓൾജിബ്രയിൽ ഹെർമീഷ്യൻ മെട്രിക്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ നമുക്കിത് ആവശ്യം വരുന്നുണ്ട്. എഗൺ വാല്യൂസിൽ പറയുമ്പോൾ ആവശ്യം വരുന്നുണ്ട്. ഹെർമീഷ്യൻ മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ആവശ്യമാണ്. ഇതിന്റെ ഡിറ്റർമിനന്റിന് നമ്മളോട് ചോദിക്കാറുണ്ട്, അതുപോലെ ഡയഗണൽ എൻട്രീസിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Next, skew Hermitian matrix. A square matrix A with a complex entries is said to be skew Hermitian if A star equal to minus A. ഒരു കോംപ്ലക്സ് എൻട്രീസ് അല്ല, ഒരു സ്ക്വയർ മെട്രിക്സിനെ സ്ക്യൂ ഹെർമീഷ്യൻ ആണെന്ന് എപ്പോഴാണ് പറയുക? അതിന്റെ എ സ്റ്റാർ എടുത്ത നെഗറ്റീവ് ദാറ്റ് മെട്രിക്സ് കിട്ടണം. നെഗറ്റീവ് ഓഫ് ദാറ്റ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് എ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയാം. എ സ്റ്റാർ ഈക്വൽ ടു മൈനസ് എ ആവുന്ന കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സ്ക്വയർ മെട്രിക്സിനെ സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറയുന്നത്. അതിന് കുറച്ച് പ്രോപ്പർട്ടി എഴുതിയിട്ടുണ്ട്. ദ ഡയഗണൽ എൻട്രീസ് ഓഫ് എ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ഇസ് എയ്തർ 0 ഓർ പ്യുവർലി ഇമാജിനറി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് എന്താണ്? റിയൽ ആണെന്ന് പറഞ്ഞു. പക്ഷേ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പ്യുവർലി ഇമാജിനറി നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, നമുക്ക് 3 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. നമ്മൾ സിമെട്രിക് മെട്രിക്സിന്റെ കാര്യം നമ്മൾ ഡയഗണൽ എൻട്രീസിലൊന്നും പറഞ്ഞില്ല. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് 0 ആയിരിക്കും. ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് റിയൽ ആയിരിക്കും. സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് 0 അല്ലെങ്കിൽ പ്യുവർലി ഇമാജിനറി നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഇവിടെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് പറയാൻ. നമുക്കറിയാം, നമ്മൾ +2 പഠിക്കുന്നതാണ്, ഒരു സിമെട്രിക് മെട്രിക്സിനെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് ആരെ എഴുതാൻ പറ്റും? അതായത് എവറി മെട്രിക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എ സം ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഏതൊരു മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? ഒരു മെട്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ഈ മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും തുകയായിട്ട് നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റും, സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഒരു കോംപ്ലക്സ് എൻട്രീസിൽ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ കോംപ്ലക്സ് എൻട്രീസിലെ ഏതൊരു മെട്രിക്സിനെയും ഹെർമീഷ്യൻ മെട്രിക്സിന്റെയും സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെയും സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എങ്ങനെ എഴുതുക എന്നുള്ളത് പറയാം. ജസ്റ്റ് അത് ഒരു എപ്പോഴേക്കോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് എ ക്യാൻ ബി റിട്ടൺ ആസ് A plus A transpose by 2 plus A minus A transpose by 2. ഇത് അതായത് എ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. എനി എ ട്രാൻസ്പോസിനെയും കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ഇതെപ്പോഴും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഒരു മെട്രിക്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെപ്പോഴും എന്തായിരിക്കും? ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇതെപ്പോഴും എന്തായിരിക്കും? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, എ എന്ന് പറയുന്നത് ഒരു ഹെർമീഷ്യൻ കോംപ്ലക്സ് വാല്യൂഡ് മെട്രിക്സ് ആണെങ്കിൽ അതിന് നമുക്ക് A plus A star by 2, ഇതൊരു ഹെർമീഷ്യൻ മെട്രിക്സ് ആയിരിക്കും. ഇതൊരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ A minus A star by 2 എന്ന് പറയുന്നത് ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും തുകയായിട്ട് നമുക്ക് A എന്ന് പറയുന്ന മെട്രിക്സിനെ എഴുതാൻ പറ്റും. ഇത്രയേ പറഞ്ഞുള്ളൂ. ഏതൊരു മെട്രിക്സിനെയും സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും തുകയായിട്ട് എഴുതാം. ഇങ്ങനെയാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ഏതൊരു കോംപ്ലക്സ് എൻട്രീസ് ഉള്ള ഒരു മെട്രിക്സിനെയും ഹെർമീഷ്യൻ മെട്രിക്സിന്റെയും സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെയും തുകയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഓർത്തോഗണൽ മെട്രിക്സ്. ആൻഡ് ഓർത്തോഗണൽ മെട്രിക്സ് ഇസ് എ സ്ക്വയർ മെട്രിക്സ് Q വിത്ത് റിയൽ എൻട്രീസ് സച്ച് ദാറ്റ് Q into Q ട്രാൻസ്പോസ് ഈക്വൽ ടു I. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിനെ ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ, അത് റിയൽ എൻട്രീസ് ഉള്ളതിനെയാണ് കേട്ടോ പറയുന്നത്,
ക്യൂ അതും അതിൻ്റെ ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. ക്യൂ എന്ന് പറയുന്ന മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഐ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെട്രിക്സ് ടൈപ്പാണ് ഓർത്തോഗണൽ മെട്രിക്സ്. എപ്പോഴും എക്സാമിന് ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ നോക്കുക, ക്യൂ ഇൻറ്റു ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ആണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള ബി എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആര് കിട്ടണം? ഐ കിട്ടണം എന്നല്ലേ? ഇപ്പം ഇവിടെ നോക്കുക, ക്യൂ ഇൻറ്റു ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ അല്ലേ? ഇപ്പം ക്യൂവിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ആര്? ക്യൂ ട്രാൻസ്പോസ്. ക്യൂ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ആര്? ക്യൂ. അതായത് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകത ഏതാണ്? ക്യൂ ട്രാൻസ്പോസ് ആയിരിക്കും ക്യൂ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, എ മെട്രിക്സ് ക്യൂ ഈസ് ഓർത്തോഗണൽ ഇഫ് ഇറ്റ്സ് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഇൻവേഴ്സ്. ഒരു മെട്രിക്സ് ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ട്രാൻസ്പോസ് തന്നെയായിരിക്കും അതിൻ്റെ ഇൻവേഴ്സ്. ഓക്കെ, ട്രാൻസ്പോസും ഇൻവേഴ്സും അവിടെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയും ഉണ്ട് കേട്ടോ ഡെഫിനിഷൻ. അങ്ങനെയും പറയും, ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണെന്ന് പറയാൻ എന്ത് പറഞ്ഞാൽ മതി? അതിൻ്റെ ട്രാൻസ്പോസ് അതിൻ്റെ ഇൻവേഴ്സിനോട് ഈക്വൽ ആണെങ്കിൽ ആ മെട്രിക്സ് ഓർത്തോഗണൽ ആണെന്ന് പറയും. നെക്സ്റ്റ്, ആൻ ഓർത്തോഗണൽ മെട്രിക്സ് മസ്റ്റ് ബി ഇൻവേർട്ടിബിൾ. അതായത് നമുക്ക് അറിയാം, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കാൻ അത് ഇൻവേഴ്സ് ആവുന്ന കേസിൽ അത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർത്തോഗണൽ മെട്രിക്സിന് എപ്പോഴും ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാലോ. അപ്പോൾ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് മസ്റ്റ് ബി ഇൻവേർട്ടിബിൾ. എപ്പോഴും അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിറ്റർമിനന്റ് ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് മസ്റ്റ് ബി പ്ലസ് ഓർ മൈനസ് 1. ഒരു ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1. ഓക്കെ, നെക്സ്റ്റ്, ഈ നമ്മളിപ്പോൾ പറഞ്ഞത് റിയലിലാണ്. ഇപ്പം ഇനി കോംപ്ലക്സിലോട്ട് വരികയാണ്. നമ്മൾ പറയാണ് എ കോംപ്ലക്സ് സ്ക്വയർ മെട്രിക്സ് യു ഈസ് യൂണിറ്ററി ഇഫ് യു ഇൻറ്റു യു സ്റ്റാർ ഈക്വൽ ടു ഐ. അതായത് ഒരു കോംപ്ലക്സ് സ്ക്വയർ മെട്രിക്സിനെ യൂണിറ്ററി മെട്രിക്സ് ആണെന്ന് പറയാനുള്ള കണ്ടീഷൻ യു ഇൻറ്റു യു സ്റ്റാർ ഈക്വൽ ടു ഐ ആയാൽ മതി. അതായത് ആ മെട്രിക്സും അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ആയിട്ടുള്ള മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു യൂണിറ്ററി മെട്രിക്സ് ആണെന്ന് പറയാം. ഓർത്തോഗണൽ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ട്രാൻസ്പോസ് എന്ന് പറയുന്നതിന് പകരം കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇവിടെയും അതിന് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ടാവും. എ മെട്രിക്സ് ഈസ് ഓർത്തോഗണൽ ഇഫ് ഇറ്റ്സ് എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഇൻവേഴ്സ്. ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് അതിന് ഇൻവേഴ്സിനോട് തന്നെ ഈക്വൽ ആയിരിക്കും. യു ഇൻറ്റു യു സ്റ്റാർ ഈക്വൽ ടു ഐ എന്നല്ലേ പറഞ്ഞേ? യു ഇൻറ്റു യു സ്റ്റാർ ഈക്വൽ ടു ഐ. അതായത് യുവും അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആര് തന്നെയായിരിക്കും? ഇപ്പോൾ യു ഇൻവേഴ്സ് എന്ന് പറയുന്ന ആരായിരിക്കും? യു സ്റ്റാർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു യൂണിറ്ററി മെട്രിക്സ് എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ട്വിസ്റ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ മോഡുലസ് വാല്യൂ ഓഫ് എ ഡിറ്റർമിനന്റ് ഓഫ് എ യൂണിറ്ററി മെട്രിക്സ് ഈസ് 1. അതായത് എപ്പോഴും ഒരു യൂണിറ്ററി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ മോഡുലസ് 1 ആയിരിക്കും. അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പം അതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് ഇപ്പോൾ ഒരു യു എന്ന് പറയുന്ന ഒരു യൂണിറ്ററി മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 1 വരാം, -1 വരാം, ചിലപ്പോൾ ഐയും വരാം. ഡിറ്റർമിനന്റ് ഓഫ് യു എന്ന് പറയുന്നത് ഐ വരാം. ഇനി ഐ എങ്ങനെയാണ് 1 ആവുന്നത്? ഐന്റെ മോഡുലസ് എടുക്കുക. ഐന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1 അല്ലേ കിട്ടുക? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മോഡുലസ് വാല്യൂ ഓഫ് എ ഡിറ്റർമിനന്റ് ഓഫ് എ യൂണിറ്ററി മെട്രിക്സ് ഈസ് 1. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊരു പോളാർ ഡയഗ്രം എടുക്കുകയാണ്. അതായത് അർഗൻ പ്ലെയിനിന്റെ ഡയഗ്രം എടുത്തു എന്ന് വിചാരിക്കുക. കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന 2D പ്ലെയിൻ എടുത്തു. അവിടെ നമ്മൾ ഒരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂസ് ഒക്കെ യൂണിറ്റ് സർക്കിളിന് മുകളിൽ വരുന്ന വാല്യൂസ് മാത്രമേ വരുള്ളൂ. അതായത് ഇങ്ങോട്ടേക്കുള്ള ദൂരം എപ്പോഴും 1 ആയിരിക്കില്ലേ യൂണിറ്റ് സർക്കിൾ ആണെങ്കിലേ? മാത്സ് അറിയാത്തവർക്കൊന്നും മനസ്സിലാവുമോ അറിയില്ല. ഇവിടെ കോംപ്ലക്സ് ഒക്കെ പറയുമ്പോഴേ ഇത് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് മോഡുലോസ് ആയിരിക്കും. അതായത് ഈ യൂണിറ്റ് സർക്കിളിന്റെ മുകളിൽ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഇവിടെ ഐ ഉണ്ട്, അതിന്റെ ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1 ആണ്, ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് എപ്പോഴും ഒരു യൂണിറ്ററി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 0യിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള അകലം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും.
Okay. Next, idempotent matrix. A matrix M is idempotent if and only if m square equal to m. ഒരു മെട്രിക്സ് ഐഡംപൊട്ടൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സ് തന്നെ കിട്ടണം. എം ഇൻറ്റു എം ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ആണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഐൻ്റെ സ്ക്വയർ എന്താ? ഐ തന്നെയാണ് അല്ലേ? ഐൻ്റെ സ്ക്വയർ ഐ തന്നെയാണ്. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ഇസ് എൻ ഐഡംപൊട്ടൻ്റ് മെട്രിക്സ്. ഐഡന്റിറ്റി അല്ലാതെ ഇഷ്ടംപോലെ മെട്രിക്സസ് ഉണ്ട് കേട്ടോ. എവറി ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ഈസ് സിംഗുലർ എക്സെപ്റ്റ് ദ ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി ഏതൊരു ഐഡംപൊട്ടൻ്റ് മെട്രിക്സും സിംഗുലർ ആണ്, ഏതൊഴികെ? ഐഡന്റിറ്റി മെട്രിക്സ് ഒഴികെ. സിംഗുലർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിറ്റർമിനന്റ് 0 ആവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എ സ്ക്വയർ ഈക്വൽ ടു എ ആയ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കിതിൽ രണ്ട് സൈഡിലും ഡിറ്റർമിനന്റ് എടുത്ത് നോക്കാം. ഡിറ്റർമിനന്റ് എ സ്ക്വയർ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എന്ന് എഴുതാലും ഇവിടെ ഇതെല്ലാത്തിനും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ഡിറ്റർമിനന്റ് എ സ്ക്വയറിന് നമുക്ക് ഡിറ്റർമിനന്റ് എ ഇൻറ്റു എ എന്നല്ല എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇതിന് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ. അതായത് ഇവിടെ നമുക്ക് ഇതിനെ ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് എഴുതാലോ. ഇറ്റ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്നൊരു ഡിറ്റർമിനന്റ് ഓഫ് എനെ നമുക്ക് പുറത്തെടുക്കാം. ഇൻറ്റു ഇവിടെ ബാക്കിയുള്ളത് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് 1 ഈക്വൽ ടു 0. ഇത് ഈ രണ്ട് പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഒരു ഐഡംപൊട്ടൻ്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ 0 1 ആവുന്ന കേസ് ഏത് മാത്രമാണ് വരിക? ഐഡന്റിറ്റി മെട്രിക്സ് ആവുന്ന കേസിൽ മാത്രമാണ് ഒരു ഐഡംപൊട്ടൻ്റ് മെട്രിക്സിന്റെ, അതായത് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഐഡംപൊട്ടൻ്റ് മെട്രിക്സിന്റെ മാത്രം ഡിറ്റർമിനന്റ് ആണ് 1. അതാണ് ഇത് പറയുന്നത്. എല്ലാ ഐഡംപൊട്ടൻ്റ് മെട്രിക്സും, ഐഡന്റിറ്റി മെട്രിക്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഐഡംപൊട്ടൻ്റ് മെട്രിക്സും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഡിറ്റർമിനന്റ് ഓഫ് ആൻ ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ഇസ് എയ്തർ 1 or 0. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇൻവല്യൂട്ടറി മെട്രിക്സ്. എ മെട്രിക്സ് ഇസ് ഇൻവല്യൂട്ടറി ഇഫ് എ സ്ക്വയർ ഈക്വൽ ടു ഐ. അതായത് ഒരു മെട്രിക്സിന് ഇൻവല്യൂട്ടറി ആണെന്ന് പറയണമെങ്കിൽ എന്തായാൽ മതി? അതിന്റെ എ ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയും. അതായത് എ സ്ക്വയർ ഈക്വൽ ടു ഐ. അതായത് നമ്മൾ മീനിങ് എ ഇൻറ്റു എ ഈക്വൽ ടു ഐ ആണെന്നാണല്ലോ. എ സ്ക്വയർ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എ ഇൻറ്റു എ ഈക്വൽ ടു ഐ. അതായത് എയുടെ ഇൻവേഴ്സ് ആര് തന്നെ ആയാൽ മതി? എ ഇൻവേഴ്സ്. എ ഇസ് ഇൻവല്യൂട്ടറി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു എ ഇൻവേഴ്സ്. എയും എ ഇൻവേഴ്സും ഈക്വൽ ആവുന്ന കേസിൽ നമ്മൾ എ ഇൻവല്യൂട്ടറി ആണെന്ന് പറയും. എ ഇൻവല്യൂട്ടറി ആണെന്ന് പറയുന്നതിന് മീനിങ് എന്താ? എയും എ ഇൻവേഴ്സും ഈക്വൽ ആണ്. അത് ഇൻവേഴ്സ്, എയും അതിന്റെ ഇൻവേഴ്സും സെയിം ആണ്. എ തന്നെയാണ് അതിന്റെ ഇൻവേഴ്സ്. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ്. ഐ സ്ക്വയർ എടുത്താലും മതി കേട്ടോ. ഐയുടെ ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? ഐയുടെ ഇൻവേഴ്സ് ഐ തന്നെയാണ്. അപ്പോൾ ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് എപ്പോഴും എന്താണ്? ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ആൻ ഇൻവല്യൂട്ടറി മെട്രിക്സ് ഇസ് പ്ലസ് ഓർ മൈനസ് 1. ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും എന്തായിരിക്കും? ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1 ആയിരിക്കും. ഇഫ് എ ഈസ് ഇൻവല്യൂട്ടറി ദെൻ എ പവർ എൻ ഈസ് ഇൻവല്യൂട്ടറി. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവല്യൂട്ടറി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏതൊരു പവർ എടുത്തു കഴിഞ്ഞാലും അതെന്തായിരിക്കും? ഇൻവല്യൂട്ടറി മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിൽപൊട്ടന്റ് മെട്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് കേട്ടോ. എ നിൽപൊട്ടന്റ് മെട്രിക്സ് ഇസ് എ സ്ക്വയർ മെട്രിക്സ് എൻ ഇഫ് എൻ പവർ കെ ഈക്വൽ ടു 0 ഫോർ സം നാച്ചുറൽ നമ്പർ കെ. അതായത് നമ്മളൊരു മെട്രിക്സിനെ നിൽപൊട്ടന്റ് മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ ആ മെട്രിക്സിന്റെ പവേഴ്സ് എടുക്കുക. എൻ എടുക്കുക, എൻ സ്ക്വയർ എടുക്കുക, എൻ ക്യൂബ് എടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പവർ എടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പറിന് എന്ത് കിട്ടണം? 0 കിട്ടണം. എൻ പവർ കെ ഈക്വൽ ടു 0 കിട്ടണം ഫോർ സം നാച്ചുറൽ നമ്പർ കെ. ഇവിടെ ഏത് പവറിനാണോ അത് 0 ആവുന്നത് ആ പവറിനെ നമ്മൾ, ഈ കെ എന്ന് പറയുന്ന പവറിനെ നമ്മൾ ഡിഗ്രി ഓർ ഇൻഡെക്സ് ഓഫ് നിൽപൊട്ടൻസി എന്ന് പറയും. ഓക്കെ, പിന്നെ ഈ നിൽപൊട്ടന്റ് മെട്രിക്സിന് കുറേ പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് എനി ട്രയാങ്കുലർ മെട്രിക്സ് വിത്ത് സീറോസ് എലോങ് ദ മെയിൻ ഡയഗണൽ ഈസ് നിൽപൊട്ടന്റ്. അതായത് നമ്മൾ പറയണം ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 0 0 0 1 0 0 1 2 0. ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. പക്ഷേ ഇതിന്റെ ഡയഗണൽ എൻട്രീസ് കംപ്ലീറ്റ് 0 ആണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം? അതൊരു നിൽപൊട്ടന്റ് മെട്രിക്സ് ആണെന്ന് പറയാം പെട്ടെന്ന്.
ലെറ്റ് എ ബി ആൻ എൻ ബൈ എൻ മെട്രിക്സ് ദെൻ ഡിഗ്രി ഓഫ് നിൽപൊട്ടൻസി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പം നമ്മൾ പറയുകയാണ് 3/3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിഗ്രി ഓഫ് നിൽപൊട്ടൻസി എ എന്ന് പറയുന്നൊരു 3/3 മെട്രിക്സ് ആണ്. അത് നിൽപൊട്ടന്റ് മെട്രിക്സ് ആണെങ്കിൽ ഒന്നുകിൽ എ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ എ ക്യൂബ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഡിഗ്രി ഓഫ് നിൽപൊട്ടൻസി ഇതിന്റെ ഓർഡറിനേക്കാളും കൂടില്ല. ഒന്നുകിൽ ഓർഡറിന്റെ അതേ നമ്പർ ആവും, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറവായിരിക്കും. ദ ഡിറ്റർമിനന്റ് ആൻഡ് ട്രേസ് ഓഫ് എ നിൽപൊട്ടന്റ് മെട്രിക്സ് ആർ 0. ഒരു നിൽപൊട്ടന്റ് മെട്രിക്സിന്റെ ട്രേസും ഡിറ്റർമിനന്റും എപ്പോഴും 0 ആയിരിക്കും. ഒരു നിൽപൊട്ടന്റ് മെട്രിക്സിന്റെ ട്രേസും ഡിറ്റർമിനന്റും എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയുണ്ട്, സോറി. പെർമ്യൂട്ടേഷൻ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ടല്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ടാണ്. Permutation matrix. A permutation matrix is a matrix obtained by permuting the rows of a identity matrix according to the permutation of the number 1 to n. അതായത് ഒരു പെർമ്യൂട്ടേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ട്. ആ ഐഡന്റിറ്റി മെട്രിക്സിന്റെ റോസിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാം. ഒരു പെർമ്യൂട്ടേഷൻ അനുസരിച്ച് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പെർമ്യൂട്ടേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പെർമ്യൂട്ടേഷൻ എന്താണെന്ന് പറയാം. ആദ്യം നമുക്ക് പെർമ്യൂട്ടേഷൻ എന്താണെന്ന് നോക്കാം. അതായത് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷനാണ്. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്നും n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിലേക്ക് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. 1 2 3. ഈ 1 2 3 എന്ന് പറയുന്ന നമ്പേഴ്സിനെ നമുക്ക് 1 2 3ലേക്ക് തന്നെ മാപ്പ് ചെയ്യാം. 1 2 3ലേക്ക് തന്നെ മാപ്പ് ചെയ്യാം. 1നെ 1ലേക്ക് മാപ്പ് ചെയ്യാം, 2നെ 2ലേക്ക് മാപ്പ് ചെയ്യാം, 3നെ 3ലേക്ക് മാപ്പ് ചെയ്യാം. അതൊരു പെർമ്യൂട്ടേഷനാണ്. 1 2 3. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 2 3 എന്ന് പറയുന്ന പെർമ്യൂട്ടേഷനെ നമുക്ക് എന്ത് ചെയ്യാം? 1നെ 2ലേക്ക് മാപ്പ് ചെയ്യാം, 1നെ 2ലേക്ക് മാപ്പ് ചെയ്യാം, 2നെ 1ലേക്ക് മാപ്പ് ചെയ്യാം, 2നെ 1ലേക്ക് മാപ്പ് ചെയ്യാം, 3നെ 3ലേക്ക് തന്നെ മാപ്പ് ചെയ്യാം. ഇങ്ങനെ എഴുതാലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫംഗ്ഷനാണ്. മാത്സിൽ നമ്മൾ ഓൾജിബ്ര പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും പെർമ്യൂട്ടേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ പെർമ്യൂട്ടേഷൻ നമ്മൾ റോസിനെയും കോളംസിനെയും, അതായത് ഒരു പെർമ്യൂട്ടേഷൻ അനുസരിച്ച് ഐഡന്റിറ്റി മെട്രിക്സിലെ റോസിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് n എലമെന്റ്സ് ഉള്ളൊരു സെറ്റ്, അതായത് 1 2 3 എക്സെട്ര അപ് ടു n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ നമുക്ക് n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ എഴുതാൻ പറ്റും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രയാണ്? അപ്പോൾ നമുക്ക് ഒരു 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് എടുക്കാം. 1 2 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ നമുക്ക് ടോട്ടൽ 3 ഫാക്ടോറിയൽ എലമെന്റ്സിനെ എഴുതാൻ പറ്റും. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 × 3 ദാറ്റ് ഈസ് 6. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അതുവരെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക കേട്ടോ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 × 3 × 4. ഓക്കെ, അതായത് 24 ഇങ്ങനെ കിട്ടും കേട്ടോ. അതായത് ഒരു 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ നമുക്ക് ടോട്ടൽ എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ട്? 3 ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ, അതായത് 6 പെർമ്യൂട്ടേഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പെർമ്യൂട്ടേഷൻസിനെ നമ്മളൊന്ന് കളക്ട് ചെയ്യാണ്. 1 2 3 1 2 3. അതായത് നമ്മൾ പറഞ്ഞു 1നെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2നെ 2ലേക്ക് മാപ്പ് ചെയ്യുന്നു, 3നെ 3ലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇത് നമുക്ക് ഇങ്ങനെയും പറയാം, ഒരു ട്രയാങ്കിൾസിൻ്റെ റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട് പറയാം. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഓൾജിബ്ര എടുക്കുമ്പോൾ പറയാം കേട്ടോ. ഇനിയുള്ള പെർമ്യൂട്ടേഷൻ 1 2 3. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഒന്ന് 1നെ ഞാൻ ഫിക്സ് ചെയ്തു, 2നെ 3ലേക്കും 3നെ 2ലേക്കും മാപ്പ് ചെയ്തു. അങ്ങനെ ഒരു 3 കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പെർമ്യൂട്ടേഷൻ 1 2 3 3 2 1. ഓക്കെ, 2നെ ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത പെർമ്യൂട്ടേഷൻ 1 2 3 2 1 3. അടുത്ത പെർമ്യൂട്ടേഷൻ 1 2 3 2 1 3. അതായത് ഇത്ര രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടി ഉണ്ട്, ഒന്ന് വായിക്കുന്നുണ്ട്. എത്ര എണ്ണമായി? 1 2 3 4 5. ഒന്നും കൂടി ഇല്ലേ? 1 2 3 4 5.
ഇതൊന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇത് രണ്ടും സെയിം തന്നെയാണ് എഴുതിയ. ഓക്കെ, 2 1 3 3 1 2. ഓക്കെ, ഇനി 1 2 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്പിങ്സ് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ. 2 3 1 ഇത് റൊട്ടേഷനാണ് ശരിക്കും. 1 2 3 3 2 1 ആറെണ്ണല്ലേ ഉള്ളത്. ഇവിടെ പെർമ്യൂട്ടേഷൻസ് എഴുതിയിട്ടുണ്ട്. നമ്മളെന്താ പറഞ്ഞത്, ഐഡൻറ്റിറ്റി എലമെൻസിലെ ഐഡൻറ്റിറ്റി മെട്രിക്സിലെ റോസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക ഇതിനനുസരിച്ച് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 3 നമ്മൾ ചെയ്യുന്നത്. 3 എലമെൻറ്റ്സ് ഉള്ളതാണ്. അതുകൊണ്ട് I3 നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് നടത്തുന്നത്. അതായത് റോ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത് 0 1 0 0 0 1. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനെ 1നെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് റോയിലേക്ക് തന്നെയാണ്, സെക്കൻഡ് റോയിനെ സെക്കൻഡ് റോയിലേക്ക് തന്നെയാണ്, തേർഡ് റോയിലെ തേർഡ് റോയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ തന്നെ ഡിനോട്ട് ചെയ്യുന്ന പെർമ്യൂട്ടേഷനാണിത്. ഇനി ഇതാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതിലുള്ള മാറ്റങ്ങളാണ് ഈ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് റോയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുക, 1 0 0. ഇനി സെക്കൻഡ് റോയിനെ മൂന്നാമതായിട്ട് മാപ്പ് ചെയ്യണം, അതായത് 0 1 0 വരണം. തേർഡ് റോയിനെ സെക്കൻഡായിട്ട് മാപ്പ് ചെയ്യണം, അപ്പോൾ 0 0 1. ഇതാണ് ഈ ഒരു പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1 ഇത് ഫസ്റ്റ് റോയിനെ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യണം, തേർഡ് റോയിലോട്ട് മാപ്പ് ചെയ്യണം. അപ്പോൾ 1 0 0. സെക്കൻഡ് റോയിനെ സെക്കൻഡിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്, 0 1 0. തേർഡ് റോയിനെ നമ്മൾ ഫസ്റ്റിലോട്ട് മാപ്പ് ചെയ്യുക, 0 0 1. ഓക്കെ, നെക്സ്റ്റ് 1നെ 2ലേക്ക്, അതായത് 1 0 0, 2നെ 1ലേക്ക്, 0 1 0, 3നെ അതിൽ തന്നെ. ഓക്കെ, നെക്സ്റ്റ് 1 0 0, 2നെ 1ലേക്ക്, 0 1 0, 3നെ 2ലേക്ക്, 0 0 1. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പെർമ്യൂട്ടേഷൻ അനുസരിച്ച് നമുക്കൊരു ഈ ഐഡന്റിറ്റി മെട്രിക്സിന് പെർമ്യൂട്ടേഷൻ മെട്രിക്സിനനുസരിച്ച് നമുക്കൊരു പെർമ്യൂട്ടേഷൻ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഒരു പെർമ്യൂട്ടേഷൻ തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മെട്രിക്സിനെയും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു പെർമ്യൂട്ടേഷൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും +or -1 ആയിരിക്കും. കാരണം ഐഡൻറ്റിറ്റി മെട്രിക്സിൽ നമ്മൾ റോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും അത് എപ്പോഴും +or -1 ആയിരിക്കും ഇതിൻ്റെ ഡിറ്റർമിനൻ്റ്. അതുപോലെ തന്നെ ഇത് ഓൾവേസ് നോൺ സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈപ്സ് ഓഫ് മെട്രിക്സിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഇങ്ങനെ ഒരു ക്ലാസ് ഇടാൻ കാരണം എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇത് എഴുതുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു മാത്സ് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോഴാണ് പറഞ്ഞത് എല്ലാവർക്കും കൂടെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ വീഡിയോ ഇടാന്ന്. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. വീഡിയോസിനെ പറ്റി കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.